ROI എനേബിൾഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല. എല്ലാവർക്കും അറിയാം, ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഓൺലൈനായി മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഒത്തിരി ആളുകൾ മികച്ച കരിയർ ഗ്രോത്ത് ഉള്ളത് കൊണ്ടും മികച്ച സാലറി ലഭിക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ടെക്നിക്കൽ സ്കിൽ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ടും ഒത്തിരി ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് ഇന്ന് കടന്നു വരുന്ന പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്, അല്ലേ? പക്ഷെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് ഓണർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സേവനം എന്തിനുപയോഗിക്കുന്നു? ഈ ഒരു ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. കാരണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനോടൊപ്പം അവന്റെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയായിട്ടാണ് അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ നിയമിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഏജൻസിനെ നിയമിച്ചാലും ശരി, ഫ്രീലാൻസറെ നിയമിച്ചാലും ശരി, ഇൻഹൗസിൽ ഒരു എംപ്ലോയിനെ നിയമിച്ചാലും ശരി, ആ ഒരു കണക്കൂട്ടലോട് കൂടിയാണ് ഒരു ബിസിനസ് ഓണർ ഈ ഒരു തീരുമാനം എടുക്കുന്നുണ്ടാവുക. ഇന്നിപ്പോ നമ്മളൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള 98% വരുന്ന സ്ഥാപനങ്ങളും, ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളാവട്ടെ, അതല്ലെങ്കിൽ ഒരു ഏജൻസി ആവട്ടെ, ഫ്രീലാൻസർ ആവട്ടെ, ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന ടൂൾ ബേസ്ഡ് സിസ്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് നിലവിലുള്ള ഏജൻസികളാണെങ്കിലും ഫ്രീലാൻസേഴ്സും ഉപയോഗിച്ചു വരുന്നത്. ഇതുകൊണ്ട് കസ്റ്റമറിനുണ്ടാകുന്ന, ക്ലയന്റിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലീഡ്സ് കിട്ടും. സോഷ്യൽ മീഡിയയിൽ അവരുടെ ബിസിനസ് ലൈവ് ആണെന്നുള്ളൊരു ഫീല് കൊണ്ടുവരും. ഇതല്ലാതെ ബിസിനസിന്റെ പ്രോഫിറ്റ് ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയി നിലനിർത്താൻ ഇതും കൊണ്ട് സാധ്യമല്ല. അതുണ്ടെങ്കിൽ മാത്രമേ, അത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുകയുള്ളൂ. ഇവിടെയാണ് ടെക്കി ഡ്രൈവർ എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രാധാന്യം വരുന്നത്. ഒരു ബിസിനസ് ഓണർക്ക് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ വെറുതെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ക്ലയന്റിന്റെ ലൈവ് പ്രൊജക്റ്റിലാണ് നിങ്ങളിത് പഠിക്കുന്നുണ്ടാവാം. ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ROI എനേബിൾഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് ഒരു ക്ലയന്റ് മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറച്ച് രൂപ നിങ്ങൾക്ക് തന്നു കരുതുക. അതുപയോഗിച്ച് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പ്രോഫിറ്റ്, അതായിരിക്കും ആ പോർട്ട്ഫോളിയോന്റെ അകത്ത് ഉണ്ടാകുക. അതായത് 1,00,000 രൂപ മുടക്കുന്ന ഒരു ക്ലയന്റിന് കുറഞ്ഞത് 3,00,000 രൂപയെങ്കിലും പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ പരിശീലനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇങ്ങനെയുള്ള ഒരു പോർട്ട്ഫോളിയോയ്ക്ക് ഇൻഡസ്ട്രിയിലുള്ള ഒരു ഡിമാൻഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം നിങ്ങളുടെ സാലറി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ കോഴ്സിന്റെ കരിക്കുലം മൊഡ്യൂൾസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 5 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസ്, രണ്ടാമത്തേതിൽ മോഡലിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, മൂന്നാമത്തേത് എക്സിക്യൂഷൻ, നാലാമത്തേത് ROI ട്രാക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, അഞ്ചാമത്തേത് ഓട്ടോമേഷൻ. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് കരിക്കുലം നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലയന്റിന്റെ വർക്ക് നമുക്ക് വന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലിക്ക് പോയ സമയത്ത് ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡാറ്റ അനാലിസിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മോഡൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമർക്ക് എത്ര രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മോഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഏത് ക്രിയേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ മോഡലിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മോഡൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് ഡാറ്റ വേണം. ഈ ഡാറ്റ വേണം എന്നുള്ളത് മാത്രമല്ല, ഡാറ്റയെ അനലൈസ് ചെയ്യണം, ഡാറ്റയുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ മോഡലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ മോഡൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ മോഡലിന്റെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിംഗ് സെറ്റ് ചെയ്യാം. മോഡൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര രൂപ ബഡ്ജറ്റ്, നമുക്ക് ഈ ഒരു പ്രോസസ്സ്, ആ മോഡൽ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ബഡ്ജറ്റ് വേണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ടെക്നിക്കൽ സ്കില്ലിന്റെ ആവശ്യം നമുക്ക് വരുന്നത്. ആ സമയത്ത് മാത്രമേ നമുക്ക് ടെക്നിക്കൽ സ്കിൽ ആവശ്യമുള്ളൂ. അതാണ് നിങ്ങൾ അടുത്തതായിട്ട് പഠിപ്പിക്കുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ROI ട്രാക്കിങ്ങും പിന്നെ റിപ്പോർട്ടിങ്ങും.
എന്തുകൊണ്ട് ROI ട്രാക്കിംഗ് റിപ്പോർട്ടിംഗ് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ പൈസ ആയിരിക്കാം, പണമായിരിക്കാം, ക്രിയേറ്റീവ്സ് എന്താണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് അതിന് എന്ത് ഔട്ട്പുട്ട് കിട്ടി, അതിൻ്റെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നേരെ ക്ലയന്റിന് ഫോർവേഡ് ചെയ്യും. അടുത്തത് ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ്. ഇങ്ങനെയാണ് നമ്മുടെ കരിക്കുലം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു ക്ലയന്റിനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അവിടെ ചെയ്യുന്നത് അതേ ഫോർമാറ്റ് തന്നെയാണ് നമ്മുടെ കരിക്കുലത്തിന്റെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രി റെഡി ആയിട്ടാണ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഡാറ്റ അനാലിസിസ് ചെയ്യുന്നതും മോഡലിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ചെയ്യുന്നതും ROI ട്രാക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് നമ്മൾ പഠിപ്പിക്കുന്നതും അഡ്വാൻസ് എക്സൽ എന്ന് പറഞ്ഞൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോർപ്പറേറ്റ്സിലൊക്കെ നമ്മൾ ബോർഡ് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, ആ ബോർഡ് റൂമിൻ്റെ അകത്ത് നമ്മളൊരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു കൊട്ടേഷനിൽ അപ്രൂവൽ കിട്ടുന്നത് ഈ എക്സലിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്താണ്. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മോഡൽ പ്രസന്റ് ചെയ്യുന്നത് എക്സൽ എന്ന് പറഞ്ഞൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ ക്ലയൻസ് കൂടുതലും വരുന്നത് കോർപ്പറേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെയും ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് എക്സൽ എന്നുള്ളൊരു ടൂൾ ആയിരിക്കും. അതിനുശേഷം നമുക്ക് വരുന്നത് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചാണ്. പ്ലാറ്റ്ഫോം എന്നൊക്കെ അറിയാൻ പറ്റും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോം അല്ലേ, പിന്നെ അതേപോലെ തന്നെ AI പ്ലാറ്റ്ഫോംസ്. ഇതെല്ലാം നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ടാവും. അതിലെങ്ങനെ ഉപയോഗിക്കണം, അതിലെങ്ങനെ ക്യാമ്പയിൻസ് പ്ലേസ് ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ടാവും. അതെല്ലാം നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലേസ് ചെയ്ത് തരുന്നുണ്ടാവും. കോഴ്സിന്റെ കാലാവധി വരുന്നത് 3 മാസമായിരിക്കും. ഇനി നമ്മുടെ പേ ഔട്ടിന്റെയും പ്ലേസ്മെന്റിന്റെയും സർട്ടിഫിക്കറ്റിന്റെയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ പരിശീലനത്തിൽ ജോയിൻ ചെയ്ത നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾ ലൈവ് പ്രൊജക്ടിന്റെ ഭാഗമായി അന്ന് മുതൽ നിങ്ങൾ സ്റ്റൈഫൻഡിന് എലിജിബിൾ ആണ്. മറ്റ് ആളുകൾ പറയുന്നത് പോലെ ക്രൈറ്റീരിയാസോ കണ്ടീഷൻസോ ഒന്നും നമുക്കിവിടെ വരുന്നില്ല. സ്റ്റൈഫൻഡ് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഡാറ്റ കളക്ഷന്റെ ഭാഗമായി ഔട്ട്ഡോർ ആക്ടിവിറ്റി നിങ്ങൾക്ക് വല്ലതും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള TADA ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ നിന്നും റീഇംബേഴ്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് കൂടാതെ ഒരു പേ ഔട്ടും കൂടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ടാവും. അതായത് ഒരു ക്ലയന്റിന്റെ ടാർഗറ്റ് നമ്മുടെ സ്ഥാപനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലയന്റ് നമുക്കൊരു ബോണസ് തരാറുണ്ട് ആ ടീമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടീമിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ടാവുക. അങ്ങനെ അച്ചീവ് ചെയ്യുന്ന ടൈമിൽ ആ ബോണസ് മുഴുവനായി തന്നെ നമ്മളുടെ ടീം മെമ്പേഴ്സിനാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാറ്. അപ്പൊ അത് എത്ര എമൗണ്ട് ആണ് എങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നല്ലൊരു എമൗണ്ട് അത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് തന്നെ ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അഡ്വാൻസ് എക്സലിന്റെ സർട്ടിഫിക്കേഷൻ, ഇതിനോടൊപ്പം തന്നെ ഇതിനേക്കാൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ROI എനേബിൾ ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ പ്ലസ് മെന്ററിന്റെ ഒരു റെഫറൻസ് ലെറ്റർ, ഇത്രയും കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൈവശം വരിക. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി 100% ലഭിക്കാൻ ഈ ഒരൊറ്റ ഒരു പോർട്ട്ഫോളിയോ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾക്ക് മതി. മെന്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ROI എനേബിൾഡ് ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ നിങ്ങളുടെ കയ്യിൽ സെറ്റ് ചെയ്തെടുത്തു, നേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാം. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ബേസിക് പേ നിങ്ങൾക്ക് കുറവായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ഹോം വളരെ കൂടുതലായിരിക്കും. 50,000 രൂപ മുതൽ 1,25,000 രൂപ വരെ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ഉണ്ടാവും. കാരണം നമ്മൾ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്. ക്ലയന്റിന് നമ്മൾ ഇത്ര രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലയന്റ് നമുക്ക് ഇത്ര രൂപ ബോണസ് അഷർ ചെയ്യുന്നുണ്ട്. ആ ബോണസ് ആണ് നിങ്ങളെ ഇത്രയും വലിയൊരു ടേക്ക് ഹോമിലേക്ക് നയിക്കുന്നത്. അല്ലാതെ മാജിക് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങളെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അത്രയും വരുന്ന വരുമാനത്തിന് നിങ്ങൾ അർഹരാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ട, പുറത്തുള്ള സ്ഥാപനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ പോർട്ട്ഫോളിയോ മതി നിങ്ങൾക്ക് അത്രയും വലിയൊരു പാക്കേജ് നിങ്ങൾക്ക് കിട്ടാനായിട്ട്. ഓക്കെ, ഈ കോഴ്സിന്റെ ഫീസ് വരുന്നത് 20,000 പ്ലസ് GST ആണ് നമ്മുടെ ഫീസായിട്ട് വരുന്നത്. നമ്മൾ ഒരു ബാച്ചിലേക്ക് 5 പേരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ടാഗ് മാംഗോ എന്നൊരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ലിങ്കാണ് നമ്മൾ ഷെയർ ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്കി ഡ്രൈവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ കോഴ്സിന്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. 100% സെക്യൂർ ആണ്, നോ ടെൻഷൻ. എന്തുകൊണ്ട് ടാഗ് മാംഗോന്റെ ലിങ്ക് ഷെയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷനും മൊബൈൽ ആപ്ലിക്കേഷനും ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പോവാണ്. ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് ടാഗ് മാംഗോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ്. നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളും അത് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ
ഈ ഒരു രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായി തുടങ്ങിയാൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ആ സെയിം യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ എടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമ്മളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മളൊരു കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാനും, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോയി, അതായത് നമ്മുടെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി കിട്ടി പുറത്തേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഒരു ക്രൗഡ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ.